ഹേയ് PSC ആസ്പിരൻസ്, ഇന്നൊരു 5 AM സ്റ്റഡി ബ്ലോഗാണ്. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 5:30 ആയപ്പോൾ പഠിക്കാനിരുന്നു. LD എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് 5 മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നില്ല. ടേബിൾ ഞാൻ ഇന്നലെ കിടക്കുന്നതിന് മുന്നേ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാവിലെ വീണ്ടും അതിനായിട്ട് ടൈം പോകും. അതുപോലെ ഇന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നാളെ ക്ലാസ്സിൽ 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് മോർണിംഗ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ്. എഡിറ്റിംഗ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, എല്ലാ വീഡിയോസും ഒന്നിച്ചാക്കുന്നത് മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് ഒരു 2 ചാപ്റ്റർ നോക്കിയതിന് ശേഷം ഞാൻ കറണ്ട് അഫെയർസ് ആണ് നോക്കിയത്. ജനുവരി 1 മുതലേ വിചാരിക്കുന്നതാണ് പഴയതുപോലെ രാവിലെ എണീക്കണം, പഠിക്കണം എന്നൊക്കെ. പക്ഷേ അലാറം എല്ലാ ദിവസവും വെക്കും, ഓഫാക്കിയിട്ട് കിടക്കും. പിന്നെ ഇന്ന് വിചാരിച്ചു എന്തായാലും എണീക്കാമെന്ന്. കറണ്ട് അഫെയർസ് വായിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാനും കാച്ചും കൂടെ തുണി വിരിച്ചിടാൻ പോയിട്ടുണ്ടായിരുന്നു. കാച്ചു എൻ്റെ ഹസ്ബൻഡാണ്. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഇതൊന്നും നടന്നില്ല. അതിനുശേഷം അവൻ സൈക്ലിങ്ങിന് പോയി, ഞാൻ കറണ്ട് അഫെയർസ് കണ്ടിന്യൂ ചെയ്തു. ഇത് 2024 ജനുവരിയിലെ കറണ്ട് അഫെയർസാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെ 3 മാസത്തെ കറണ്ട് അഫെയർസ് വെച്ചിട്ട് എക്സാംസ് നടത്തുന്നുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ അവർ അയച്ചു തന്ന PDF പ്രിൻ്റ് എടുത്തിട്ടാണ് വായിക്കുന്നത്. ഈ 2024-23 ഒക്കെ കറണ്ട് അഫെയർസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം 2024 ഉണ്ടായിരുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനല്ല ഇപ്പോൾ ഉള്ളത്. അതേപോലെ ഇങ്ങനെ നിയമനങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഒരു 7 ദിവസത്തെ കറണ്ട് അഫെയർസ് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സൂര്യനൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ? എനിക്ക് സൺറൈസ്, സൺസെറ്റ്സ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത സബ്ജക്റ്റ് ഞാൻ മാത്സ് ആണ് നോക്കിയത്. മാത്സിൻ്റെ ഒരു 20 പ്രോബ്ലംസോളം ഞാൻ ചെയ്ത് നോക്കി. ഇത് ക്ലാസ് നോട്ട്സ് ആണ്. ഈ കഴിഞ്ഞ ഫ്രൈഡേ ഞങ്ങൾക്ക് മാത്സ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ പെർസെൻറ്റേജ് ആണ് എടുത്തത്. അപ്പോൾ ആ ഒരു പ്രോബ്ലംസാണ് ഞാൻ ചെയ്ത് നോക്കിയത്. നമ്മൾ സാധാരണ എണീക്കുന്നതിനേക്കാളും കുറച്ച് മുന്നേ എണീറ്റാൽ നമുക്ക് കുറച്ചധികം സമയം എക്സ്ട്രാ കിട്ടിയതുപോലെ തോന്നും. പക്ഷേ ഈ എണീക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ശീലമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സെറ്റായിക്കോളും. ഇനി എല്ലാ ദിവസവും ഈ ഒരു ടൈം തന്നെ എണീക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. ഇത് കണ്ടോ, സാധാരണ എനിക്ക് ഒരു അരമണിക്കൂറാണ് രാവിലെ പഠിക്കാൻ കിട്ടുക. ഇന്ന് 1.5 മണിക്കൂർ കിട്ടി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മാക്സിമം റിവിഷൻ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.